നമസ്കാരം സാറേ. നമസ്കാരം ദിനേശ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡുകളായിട്ട് നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ സൾഫറിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതും സൾഫറിനെ പറ്റി ആദ്യം ഇൻട്രോ ചെയ്തപ്പോൾ നമുക്ക് സംശയം വരുന്നത് എന്തായാലും ഉറപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ സംശയം വന്നുകൊണ്ട് നമുക്ക് 3 ടൈപ്പുള്ള സൾഫറിനെ പറ്റി നമുക്ക് കർഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. ഇനി സെക്കൻഡറി ന്യൂട്രിയൻസിലുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മൂലകമാണ് കാൽസ്യം. അത് പല ഫോമിലും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ കാൽസ്യത്തെ പറ്റി അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടുന്നു, അതിന് കൊടുത്താലുള്ള പ്രയോജനം, ഇങ്ങനെ കുറേ മിഥ്യാധാരണകളുണ്ട്, ധാരണകളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടോപ്പിക്ക് നമുക്കിന്ന് കവർ ചെയ്യാം. അത് നമുക്ക് കാൽസ്യത്തിൻ്റെ സോഴ്സുകൾ, അതിനെപ്പറ്റി നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ നമുക്കിപ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും പ്രധാനമായിട്ട് നോക്കുക. ഇപ്പം ചൂടെന്ന് വെച്ചാൽ ഉഷ്ണതരംഗം കൂടുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മഴയൊന്നും പെയ്യുന്നില്ല. ഈ എല്ലിനോ ലാനിനോ പ്രതിഭാസങ്ങളിലെ എല്ലിനോ ഇപ്പം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് ഏകദേശം നമ്മൾ മാറിയെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അത് വീണ്ടും ലാനിന പ്രത്യക്ഷത്തിൽ വരുവാണ്. ഉഷ്ണതരംഗം കൂടിയുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന മഴ പെയ്യുന്നുമില്ല. ഇപ്പോൾ എന്ത് ചെയ്താലും ചെടിയിലെ നമ്മൾ ഈർപ്പവും കാര്യങ്ങളൊക്കെ നോക്കണം. മണ്ണിലുള്ള ഈർപ്പങ്ങളും കാര്യങ്ങളും നോക്കിയിട്ടേ കൊടുക്കാവുള്ളൂ. പല ആൾക്കാരും വന്ന് അത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുമ്മാതെ ഇപ്പോൾ ഏലക്കായ്ക്ക് വില ഉള്ളതുകൊണ്ട് പല കാര്യങ്ങൾ വരുന്നു. ഓൺലൈനിലെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനൊന്നും പുറകെ എന്ത് നിങ്ങൾ ചെയ്താലും പരിചയമുള്ള, ഇതിനെപ്പറ്റി പഠിച്ച പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ പരിചയമുള്ളവരുണ്ട്. അവരോടൊക്കെ ചോദിച്ചിട്ടേ ചെയ്യാവുള്ളൂ. പിന്നെ കൃത്യം നമ്മുടെ കടകളിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക, നല്ല വ്യാപാരികളുടെയും. അതിൻ്റെ കാരണമൊന്നും വേറൊന്നുമല്ല, ഇവർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയാലോ, ഇനി സർവീസ് വേണമെങ്കിലോ, ഇനി എന്തെങ്കിലും നഷ്ടപരിഹാരം വേണമെങ്കിലോ അവിടെ നിന്ന് കിട്ടത്തുള്ളൂ. ഓൺലൈനിലൊന്നും കിട്ടത്തില്ല. ഓൺലൈനിൽ സാധനങ്ങൾ മോശമാണെന്നും അല്ല പറഞ്ഞത്. ഈ ഓൺലൈനിൽ നല്ല സാധനങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ കുഴപ്പം ഇതാണ്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ആലോചിച്ച് തന്നെ ചെയ്യുക. ശരിക്കും നമുക്ക് നനയ്ക്കാൻ പറ്റുന്നെങ്കിൽ, ഈർപ്പം നിലനിർത്താൻ പറ്റുന്നെങ്കിൽ ചെയ്യാവുള്ളൂ. കാൽസ്യത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദ്വിതീയ മൂലകങ്ങളിൽ സെക്കൻഡറി ന്യൂട്രിയൻസിലെ പ്രധാനപ്പെട്ട ഒരു മൂലകമാണ്. ഇത് ഒത്തിരി റോളുണ്ട് കാൽസ്യത്തിന്. കാൽസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങളുടെ അതിൻ്റെ ആരോഗ്യം കൂട്ടുന്നതിനും കോശ നിർമ്മാണത്തിനുമൊക്കെ ഏറ്റവും എസെൻഷ്യലായിട്ടുള്ള, എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ നമ്മൾ പറയുകയാണെങ്കിൽ എല്ലും പല്ലിനും ഒക്കെ കാൽസ്യം വേണം. അതുകൊണ്ട് തന്നെ ചെടിയുടെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കാൽസ്യം. അപ്പോൾ കാൽസ്യം നമ്മൾ ഉണ്ടെങ്കിൽ ഈ നമ്മുടെ ആരോഗ്യം കൂട്ടുന്നത് കൂടാതെ തന്നെ നമ്മൾ മറ്റ് മൂലകങ്ങളെ ശരിയായിട്ട് ആഗിരണം ചെയ്യാനും സഹായിക്കും. ഇപ്പോൾ ഈ സ്ട്രെസ്സ് വരുന്നില്ലേ, സ്ട്രെസ്സൊക്കെ വരുമ്പോഴത്തേക്കും കാൽസ്യം ശരിക്കും ഉണ്ടെങ്കിൽ അതിന് ചെടിക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ, സിഗ്നലിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒരു മൂലകമാണ് കാൽസ്യം. എന്നാൽ ഇത് ശരിക്കും നമ്മൾ അറിഞ്ഞുപയോഗിക്കാൻ വേണം. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം മണ്ണിലെ pH ക്രമീകരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡോളോമേറ്റ്, കുമ്മായം, ഈ സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ. കാൽസ്യം, മഗ്നീഷ്യം, സൾഫറിനകത്തൊക്കെ ഈ കാൽസ്യം ഉണ്ട്. കൂടാതെ നമ്മൾ എല്ലുപൊടി, അങ്ങനെ പല നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനത്തിലും കാൽസ്യം കിട്ടും. പിന്നെ നമ്മൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാൽസ്യം നമുക്ക് കിട്ടുന്നത് എപ്പോൾ കിട്ടുമെന്നുള്ളതിന് നമ്മളോട് ചോദിക്കുക. ചില ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചെയ്യുന്ന കൃഷി സ്ഥലം കൃത്യമായിട്ടിരിക്കുമ്പോൾ, പരിചരണങ്ങൾ കൃത്യമാകുമ്പോൾ ശരിയായിട്ട് കാൽസ്യം കിട്ടും. നമുക്കൊരു ടൈം പീരീഡ് പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസ്യം പല ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ്. ഫെർട്ടിലൈസറായിട്ട് കിട്ടുന്നുണ്ട്, അത് ഏതെങ്കിലും മൂലകങ്ങളോടൊപ്പം ചേർന്ന് കാൽസ്യം നൈട്രേറ്റൊക്കെ ഉണ്ട്, തനിച്ചും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത് ഉപയോഗിക്കുക. കാൽസ്യം വരുമ്പം കാൽസ്യത്തിൻ്റെ നാച്ചുറലായിട്ടൊരു സാധാരണ ഫോം വരുന്നുണ്ട്. പിന്നെ കെമിക്കലായിട്ട് ഫോം വരുമ്പോഴത്തേക്കും ചിലേഷൻ അല്ലെങ്കിൽ EDTA ഫോമിൽ വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ EDTA ഫോം എന്ന് പറഞ്ഞാൽ എത്തിലീൻ ഡയാമിൻ ടെട്രാ അസറ്റിക് ആസിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇത് ഏത് സാധനവും ആ ഒരു ഫോമിൽ വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 8 മണിക്കൂർ കൊണ്ട് അതിൻ്റെ ഏകദേശം ചെടിക്ക് കിട്ടേണ്ട ഫങ്ഷനിങ് എല്ലാം നടക്കും. അപ്പോൾ അങ്ങനെയുള്ള കാൽസ്യം നോക്കുക. പിന്നെ കാൽസ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാൽസ്യം ഫോസ്ഫറസ്, സാധാ കാൽസ്യം ഫോളിയാറായിട്ട് വരുമ്പോഴത്തേക്കും ഫോസ്ഫറസ് വളങ്ങൾക്കൊപ്പം വരുമ്പോൾ ഫിക്സേഷൻ ഉണ്ടാവും. ഇത് ഫിക്സ് ആയിപ്പോയി കഴിഞ്ഞാൽ ചെടിക്ക് എടുക്കാൻ പറ്റാതെ വരും. കിട്ടുന്നത് ചെടിക്ക് ഗുണകരമല്ലാതെ വരും. പിന്നെ മറ്റ് ചിലപ്പം ദോഷഫലങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾക്കൊപ്പം കാൽസ്യം ഉപയോഗിക്കുമ്പം അതിൻ്റെ ഫോം നോക്കണം. ഇപ്പം നമ്മുടെ ടെക്നോളജിയൊക്കെ മാറി ഇമ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ട് അഡ്വൈസ് മേടിച്ചിട്ടേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. പിന്നെ കാൽസ്യം നമ്മൾ ഉപയോഗിക്കുമ്പം മരുന്നുകളുണ്ട്. ഇപ്പം നമ്മളിവിടെ കാണുമ്പം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കാടടച്ചങ്ങ് വെടിവെക്കുക. അപ്പോൾ ഈ ചില കാൽസ്യം എന്നല്ല, കാൽസ്യം നമ്മൾ ഉപയോഗിക്കും മരുന്നിനൊപ്പം, പ്രത്യേകിച്ച് കുമിളനാശിനിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എഫിക്കസി കുറയ്ക്കും, കാര്യക്ഷമത, പ്രവർത്തിക്കാനുള്ള ആ കാര്യക്ഷമത കുറയ്ക്കും. ഇപ്പോൾ തണ്ടുവരപ്പിൻ്റെ ഒരു മരുന്നടിക്കുമ്പോൾ കാൽസ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ തണ്ടുവരപ്പിൻ്റെ ആ മരുന്നിൻ്റെ ഗുണം കിട്ടാതെ പോകും. അത് കൃത്യമായിട്ട് അഡ്വൈസ് വാങ്ങിയിട്ടേ നിങ്ങൾ ചെയ്യാവുള്ളൂ. പിന്നെ ഈ കാൽസ്യം നമ്മളീ പറഞ്ഞില്ലേ, കാൽസ്യം ഓവറായിട്ട് കാൽസ്യം കൊടുത്താൽ അതും ദോഷമായിട്ട് വരും.
പിന്നെ കാൽസ്യം എന്ന് വെച്ചാൽ നമ്മുടെ pH-നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയൊരു ഒരു റോളുള്ളതാണ്. അപ്പോൾ അത് ഭംഗിയായിട്ട് ഉപയോഗിക്കണം, ഈർപ്പം നിലനിർത്തുകയും വേണം. ഈ കാൽസ്യം നമ്മൾ ഉപയോഗിക്കുമ്പം ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഒരു നിശ്ചിത അളവിൽ ഒരു പറമ്പിൽ വേണ്ടത് നമ്മൾ കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ട് കൂടുതൽ കൊടുത്താൽ ദോഷങ്ങളുണ്ടാക്കും. അതായത് ന്യൂട്രിയൻസിൽ തന്നെ, ഈ എലമെൻസിൽ തന്നെ സപ്രസിങ് എലമെൻസ് ഉണ്ട്. അതായത് ഇപ്പം മനുഷ്യനെ പോലെ തന്നെ ഇപ്പം ചില ആൾക്കാരുടെ കരുത്തന്മാർ ചിലരെ കീഴടക്കുന്നുണ്ട്. അളവിൽ കൂടിക്കഴിഞ്ഞാൽ ദോഷം ഉണ്ടാകും. അപ്പോൾ കൃത്യമായിട്ട് അളവ് പാലിക്കാനും നോക്കണം. അപ്പം നമുക്കിനി ഈ ഒരു മെയ് മാസം അടുക്കാറായിട്ടുണ്ട്. നമ്മൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ മെയ് മാസമാവും. ഇനി നമുക്ക് മഴക്കാലം ഒരുക്കങ്ങളാണ് ചെയ്യേണ്ടത്. അതെ അതെ അതെ. അപ്പം നമുക്കിനി കുമ്മായം പ്രയോഗം വെച്ച് തുടങ്ങണമല്ലോ. അപ്പോൾ അത് എപ്രകാരമായിരിക്കണം? കുമ്മായം നമ്മളിപ്പോൾ കൊടുക്കുമ്പോൾ നോക്കുന്നു, ആദ്യം നമ്മുടെ മണ്ണ് ടെസ്റ്റ് ചെയ്യുക. അതിൻ്റെ നമ്മുടെ pH-ൻ്റെ അനുസരിച്ച് വേണം ഈ മെയ് മാസം ചെയ്യണം. പക്ഷേ എന്ത് കുമ്മായം ചെയ്താലും ഇപ്പം എല്ലാവരും നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വരുന്ന ഈ പ്ലാറ്റ്ഫോമിലെല്ലാം പറയുന്നത് ആൾക്കാർ വളം ചെയ്യേ അത് ചെയ്തേ. ആരെന്ത് ചെയ്താലും നിങ്ങൾ ഉറപ്പാക്കുക, ഒന്ന് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഈർപ്പം ഉണ്ടായിരിക്കണം മണ്ണിൽ. നിങ്ങൾക്ക് തുടർന്നും നിങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ ആവശ്യത്തിന് ഈർപ്പം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. പിന്നെ ചെയ്യുന്നത് ഇപ്പം ഞാൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തുടർന്നു പോവുക. പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പം 1 or 10 ചെടിക്ക് പുതിയ കാര്യങ്ങൾ നിങ്ങൾ പറയും, അത് നിങ്ങൾ ചെയ്ത് നോക്കി അതിൻ്റെ ഗുണം ബോധ്യപ്പെട്ടതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോവുക. കുമ്മായം ചെയ്യുമ്പം തനിച്ച് കുമ്മായം കൊടുക്കാം. നമ്മൾ കുമ്മായമാക്കി നീട്ടി കുമ്മായമാക്കി തനിച്ച് കൊടുക്കാം. ഇനി അതല്ലാതെ കുമ്മായം സൾഫറൂടെ കൊടുക്കാം. പിന്നെ ആവശ്യമുള്ളവർക്ക് കാൽസ്യം, മഗ്നീഷ്യം, സൾഫറിൻ്റെ കിട്ടുന്നുണ്ട്, അത് കൊടുക്കാം. നല്ല ഡോളോമേറ്റ് ഇടാണ് ഇത് ചെയ്യാം. അത് കിട്ടുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും മണ്ണിൽ നമുക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്നു അത് ചെയ്തിട്ടാണ് കിടക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ എല്ലുപൊടി, പിന്നെ ഈ മുട്ടയുടെ പൊടി എന്നൊക്കെ പറഞ്ഞില്ലേ, ഈ സാധനങ്ങളൊക്കെ കാൽസ്യം കിട്ടുന്നതാണ്. നല്ലത് ആസിഡ് വാഷ് അല്ലാത്ത എല്ലുപൊടി, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടും ചെടികൾക്കിപ്പോൾ കാൽസ്യത്തിൻ്റെ ലഭ്യത കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിയിൽ പ്രകടമാകുന്ന മാറ്റം എന്തൊക്കെയാണ്? ഇപ്പം ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കാൽസ്യം നന്നായിട്ട് ഉണ്ടെങ്കിൽ ഈ ചൂട് കൊണ്ട് ഒടിഞ്ഞു വീഴുന്നതല്ല, പല തട്ട ഒടിച്ചിൽ അല്ലെ തട്ട ഇങ്ങനെ വഴങ്ങി വരുന്നില്ലേ, ആ സാധനങ്ങൾ അതിൻ്റെ അത് കുറയുകയും ചെയ്യും. നാര് കെട്ടി കൂടും. പിന്നെ നമ്മൾ കൊടുക്കുന്ന മൂലകങ്ങളെല്ലാം ചെടിക്കും അപ്ടേക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആഗിരണവും ഇതിന് കാൽസ്യം നല്ല റോളുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട്. അതെ. കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പം നമ്മുടെ കാപിടുത്തത്തിനെയും പലതിനെയും ബാധിക്കും. ഇപ്പം കാലാവസ്ഥ കൊണ്ടുണ്ടാകുന്ന കാപിടുത്തം അത് മുന്നോട്ട് പോകുമ്പോൾ പറയാം, ഡ്രോപ്പിംഗ് ഉണ്ടാകുന്നുണ്ട്. ഇതല്ലാതെ കാൽസ്യം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിൽ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെടിയുടെ മുഴുവനായിട്ടുള്ള ഒരു കരുത്ത് കൂട്ടാനും അതിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും എല്ലാത്തിനും കാൽസ്യം നല്ലതാണ്. ഓക്കെ, ഒരു എസെൻഷ്യൽ മൂലകം എന്ന് വേണമെങ്കിലും പറയാം. അത് എസെൻഷ്യൽ മൂലകമായിട്ട് പറയാം. ദ്വിതീയ മൂലകമാണ്. പിന്നെ ഇതെല്ലാം നിങ്ങൾ നമ്മുടെ പറമ്പിൻ്റെ അനുസരിച്ച്, തൊട്ടടുത്ത പറമ്പിനെ നോക്കിയിട്ട് നമ്മുടെ പറമ്പിൻ്റെ അനുസരിച്ച് കൃത്യമായിട്ട് നല്ല അഡ്വൈസ് മേടിച്ച് മാത്രമേ ചെയ്യാവൂ. ഓക്കെ, ഒരുപാട് നന്ദി സാറേ. നമുക്ക് ഈ ഒരു കാൽസ്യത്തിനെ പറ്റി ഒരു ബ്രീഫ് ക്ലാസ് നമുക്ക് തന്നതിൽ ഒരുപാട് നന്ദി. ഓക്കെ.